സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ ദേവികയെയും പ്രഭാവതിയെയും കൊന്നുകളയുമെന്നൊക്കെ ഋഷി പറയുമ്പോൾ സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ അവൻ്റെ തലയ്ക്കിട്ട് ഒരു തടിക്കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം ഋഷിയാണെങ്കിൽ ചോര വാർന്ന് അങ്ങനെ മയങ്ങി പോവുകയാണ്. നന്ദനാണെങ്കിൽ പിന്നീട് മനസ്സിലാവുന്നുണ്ട് ഒരു ആവേശത്തിന് പുറത്ത് ചെയ്തത് തെറ്റായി പോയെന്ന്. ഋഷി ഇങ്ങനെ ഒരു രോഗിയായതുകൊണ്ട് തന്നെ അവൻ്റെ ജീവന് ആപത്ത് വരുമോ എന്നൊക്കെ ഇങ്ങനെ കെവിനോട് ചോദിക്കുമ്പോൾ സാരല്ലടാ, ഇത് ഞാൻ നോക്കിക്കോളാം, നീ വീട്ടിലേക്ക് പോകാനായിട്ട് പറയുകയാണ്. കറക്റ്റ് സമയത്തിന് ദേവിക പറയുന്നുണ്ട് താനിപ്പോൾ വീട്ടിലേക്ക് പോകും, നന്ദു എത്ര പെട്ടെന്ന് എത്തണം എന്നൊക്കെ. അങ്ങനെ ദേവിക പറഞ്ഞതുപോലെ തന്നെ നന്ദനെ കെവിൻ വീട്ടിലേക്ക് വിട്ടയക്കുകയാണ്. പിന്നീട് ത്യാഗരാജനെ കണ്ട് മുരളിയാണെങ്കിൽ നന്നായി തന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി വിടുന്നുണ്ട്. താനിപ്പോൾ ദേവികയുടെ ഡ്രൈവർ മാത്രമല്ല ഒരു സെക്യൂരിറ്റി കൂടിയാണ്, തൻ്റെ ജോലി നന്നായിട്ട് നിർവഹിക്കാനായിട്ട് തന്നെ അനുവദിക്കണമെന്നൊക്കെ മുരളിയാണെങ്കിൽ ത്യാഗരാജനോട് പറയുന്നു. എന്തായാലും നന്ദനാണെങ്കിൽ തിരിച്ചെത്തുമ്പോൾ അല്ലാത്ത പേടിയാണെന്ന് തോന്നുന്നത്. അവൻ്റെ മനസ്സിൽ മിന്നിമായുന്നത് മറ്റൊന്നുമല്ല, ആ ഒരു രംഗങ്ങളാണ്. അതായത് ഋഷിയെ തലക്കടിച്ച് താഴെ വീഴ്ത്തിയ ആ രംഗങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് ദേവിക നന്ദനെ വിളിക്കാനായിട്ട് വരുമ്പോൾ നന്ദനാണെങ്കിൽ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് എഴുന്നേൽക്കുന്നത്. എന്താ നന്ദു, എന്ത് പറ്റിയെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇല്ല നന്ദുവിന് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ കണ്ട് പേടിച്ചതുപോലെയൊക്കെ എനിക്കൊരു പേടിയുമില്ല. അങ്ങനെ ദേവികയോട് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തതെന്നൊക്കെ. എന്തൊക്കെയാണ് നന്ദു ഈ പറയുന്നത്, വന്നേ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയം എല്ലാവർക്കും പ്രഭാവതി ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. പക്ഷെ നന്ദനാണെങ്കിൽ അത് കഴിക്കാതെ വെറുതെ ഇങ്ങനെ കൈയിട്ടും കൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയം സിദ്ധാർത്ഥൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. നന്ദ തൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ അത് കേൾക്കുന്നില്ല. നന്ദൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച സിദ്ധുവാണെങ്കിൽ ഒന്നുകൂടി വിളിക്കുമ്പോഴാണ് നന്ദൻ സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി എഴുന്നേൽക്കുന്നത്. എന്താ അച്ഛാ, എന്തു പറ്റി? അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, നന്ദ നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, കാര്യം പറയും, എന്താ പ്രശ്നം? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ സമയം ദേവികയും പറയുന്നുണ്ട്, ഞാനും ചോദിച്ചിരുന്നു അമ്മേ, പക്ഷേ ഒന്നും പറയുന്നില്ല. നന്ദു എന്തോ കണ്ട് പേടിച്ചതുപോലെയൊക്കെ. എന്താണെന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്. പക്ഷെ നന്ദനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം കെവിനാണെങ്കിൽ അവനെ, അതായത് നമ്മുടെ ഋഷിയെ വേണ്ടുവോളം പരിചരിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഋഷിക്ക് ബോധം വരുന്നില്ല. പിന്നീട് നന്ദനെ വിളിച്ചിട്ട് കെവിൻ പറയുന്നുണ്ട് കാര്യം കൈവിട്ടു പോയെന്ന് തോന്നുന്നത്, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നൊക്കെ. അതായത് ഋഷി ഇനി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ഡൗട്ടാണ് കെവിൻ നന്ദനെ അറിയിക്കുന്നത്. ഇതുകൂടി കേൾക്കുമ്പോൾ നന്ദനാണെങ്കിൽ ആകെ പതറിപ്പോകുന്നു. പിന്നീട് CPയോട് അരുന്ധതിയാണെങ്കിൽ ഋഷിയെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളും ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ മോനെ എവിടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഋഷി തന്നെയാണ്. അവൻ തളർന്നു കിടക്കുമ്പോഴും ഞാൻ ഒരുപാട് വേദനിച്ചു. അപ്പോഴും എൻ്റെ മകൻ എൻ്റെ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ഞാനും അവനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നു. അതായത് എൻ്റെ മോൻക്ക് എന്തോ ഒരു ആപത്ത് പറ്റിയതുപോലെ. അവനിപ്പോൾ എവിടെയായിരിക്കും? ഞാൻ പറഞ്ഞതൊന്നും അനുസരിച്ചിട്ടില്ല, എന്തെങ്കിലും ആപത്തിൽ ചെന്ന് വീണ് കാണുമോ എന്നൊക്കെ തന്നെ CPയോട് അരുന്ധതി പറയുന്നു. അങ്ങനെ CP ആണെങ്കിൽ അരുന്ധതിയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, മാഡം പേടിക്കാതെ ഇരിക്കെ, അവന് ഒരു പ്രശ്നവും പറ്റിക്കാണില്ല എന്നൊക്കെ. എന്തായാലും ഈ സമയം കെവിനും കൂട്ടരും ഒക്കെ തന്നെ നമ്മുടെ ഋഷിയെ പരിചരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്. ഋഷിയാണെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. കെവിന് മാത്രമല്ല കൂടെയുള്ള ആൾക്കാർക്കും. അങ്ങനെ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട് ഇവൻ തീർന്നെന്നാണ് തോന്നുന്നതെന്ന്. ഇതുകൂടി കേൾക്കുമ്പോൾ കെവിനും ആകെ ഷോക്കാവുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ്